അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറാത്ത് ഒരുപാട് ഓർമ്മകളാണ്. ബറാത്ത് എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എന്നാലും ചില ആളുകൾ അത് വിമർശിക്കുകയും ബറാത്ത് അങ്ങനൊന്നും ഇല്ല എന്നും പല നിലയ്ക്ക് ബറാത്ത് എന്ന് പറയുമ്പോൾ നാം ഒരുപാട് കാര്യങ്ങൾ ഓർക്കണം. ഈ ബറാത്തിൽ എന്താ ഒക്കെ നടക്കുന്നത്, എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നറിയോ? സോഷ്യൽ മീഡിയയിൽ ഒരു ഹിന്ദു സഹോദരൻ സന്തോഷ് ക്ലാരി സന്തോഷ് എന്ന് പറയുന്ന, അതുപോലെ സനീസ് വ്ലോഗ്, ഒരു ഹിന്ദുക്കൾ അവരെ അനുഭവം വല്ലാത്ത മനസ്സിനെ സന്തോഷിപ്പിക്കുകയുണ്ടായി. കാരണം അവരുടെ ചൂടേറിയ ഒരു രുചിയുടെ അനുഭവമാണ് അവർ പങ്കിട്ടത്. സന്തോഷ് ക്ലാരി സന്തോഷ് എന്ന് പറയുന്ന ആള് പറയാണ്, ബറാത്ത് നാല് കുഞ്ഞുനാൾ മുതൽ തന്നെ വലിയ മനസ്സിൽ മധുരം പകരുന്ന നാളുകളാണ്, ഓർമ്മകളാണ്. ആ ഓർമ്മകൾ ഇന്നും തുടർന്ന് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയും. ഒരു ഫോട്ടോസ് ഇങ്ങനെ കാണിച്ച് തൻ്റെ ഓർമ്മകൾ, നല്ല ചൂടുള്ള അപ്പങ്ങളൊക്കെ അയൽവാക്കത്ത് നിന്ന് കിട്ടിയ ഒരു നല്ല സന്തോഷകരമായ അനുഭവം. അതുപോലെ സനീസ് ബ്ലോഗിൽ കണ്ടൊരു നല്ല മനോഹരമായ കാഴ്ചയാണ് പറയുന്നത്. കാരണം ഞാൻ ബറാത്തിന്റെ പായസം, നല്ല ചൂടുള്ള പായസം കഴിക്കുന്ന തിരക്കിലാണ്. എനിക്കിത് നൽകിയത് എൻ്റെ അയൽ പക്കത്തെ സജാത്ത താത്ത നൽകിയ ചൂടേറിയ പായസം കഴിക്കുന്ന തിരക്കിലാണ്. ആ സന്തോഷകരമായ കാഴ്ച. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇവിടെ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി, വർഗീയ അജണ്ടകൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുമ്പോൾ ഒരു തകരാറുമില്ലാത്ത സൗഹാർദ്ദയും ആ സന്തോഷം നിലനിന്ന് പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളൊക്കെ ഈ ബറാത്തിൽ ഉണ്ടാകുന്നു. ബറാത്തിൽ എന്താണ് അവർക്ക് ചെയ്യുന്നത്? ബറാത്തിൽ സൂറത്ത് യാസീൻ ഓതുന്നുണ്ട്. സൂറത്ത് യാസീൻ ഓതിൽ വലിയ പുണ്യമുള്ള കർമ്മല്ലേ? സൂറത്ത് ദുഹാൻ നല്ല പുണ്യമുള്ള കർമ്മല്ലേ? അതിൽ ചൊല്ലപ്പെടുന്ന ദിക്റുകൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഖുർആൻ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ എത്ര പുണ്യമേറിയ കർമ്മമാണ്. ഇനി പ്രതിഫലമുള്ള കാര്യമല്ലേ? പിറ്റേന്നൊരു നോമ്പ് നോക്കുന്നുണ്ട്, സ്വഹിയായ ഹദീസ്. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് ഷഅബാൻ നോമ്പ് നോറ്റിരുന്നു. കാരണം അന്നാണ് അമലുകൾ ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ സ്വായിമാകാൻ, ഞാൻ നോമ്പുകാരനാകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾക്കും നമുക്ക് മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും ബറാത്തിനെ കുറിച്ച് ഇത്രയും മധുര അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ എന്തെങ്കിലും അനാചാരമായ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായ എന്തെങ്കിലും കാര്യങ്ങൾ, ക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നാം എതിർക്കേണ്ടതാണ്. അന്നത്തെ ദിവസം അൽഹംദുലില്ലാഹ് ഇബാദത്തിന് ഒരു പ്രാധാന്യം കൂട്ടുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ? അതൊക്കെ നാം അതിനെ വിരോധിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? എന്തെങ്കിലും ഇസ്ലാമിനെതിരായ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടോ? നോമ്പ് ഷഅബാനിൽ നോമ്പ് നോക്കൽ വലിയ സുന്നത്തുള്ള കാര്യമല്ലേ? നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഹദീസിലൊക്കെ കൃത്യമായിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമാകുന്നു. കാരണം ഇവിടെ പല വിധത്തിലുള്ള അജണ്ടകൾ, പല വിധത്തിലുള്ള ശ്രമങ്ങൾ ഇവിടെ ഐക്യം തകർക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്, ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇതാ എത്ര തകർത്താൽ നാം തകരൂല, നമ്മുടെ ഐക്യവും സ്നേഹം എന്നും നിലനിൽക്കുമെന്നുള്ള ഈ മനോഹരമായ കാഴ്ചകൾ, അത് വായിക്കാൻ തന്നെ ഒരു നല്ല രസമാണ്. കാരണം ആ കുഞ്ഞുനാൾ തൊട്ടുള്ള അനുഭവങ്ങൾ, ആ കുഞ്ഞുനാൾ തൊട്ടുള്ള ആ മധുര അനുഭവങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവർക്ക് പങ്കുവെക്കുമ്പോൾ വലിയ സന്തോഷം ആകുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടത്. നമ്മുടെ നാട് എന്ന് പറയുന്നത് മുത്തായ ഹബീബ് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അയൽവക്കത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾ, അവരൊക്കെ നാം കൂടെ ചേർക്കണം. നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് നമുക്കൊരു ജമാഅത്ത് കമ്മിറ്റി മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരന്മാർ അവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഭിന്നിപ്പുണ്ടാക്കാൻ, മുസ്ലിമുകൾ ഹിന്ദുക്കൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ, വിഷവിത്തുകൾ പാകാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഹൈന്ദവ സഹോദരനായ നേതാക്കന്മാർ, മുസ്ലിം സഹോദരന്മാരായ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി നാം അതിന് വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് മുമ്പിൽ നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. അപ്പോഴാണ് ഒരു ജമാഅത്ത് പരിപൂർണമാകുന്നത്. ഇത് നാം ജമാഅത്ത് കമ്മിറ്റി ഉണ്ടാക്കും, എന്നിട്ട് മാസത്തിലൊരിക്കൽ വരും, ഉസ്താദന്മാരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അവരെ പുറത്താക്കണോ നിർത്തിക്കണോ, ഇത്തരത്തിലുള്ള ചർച്ചകൾ. ഇങ്ങനെ ആവരുത് നാം ഒരിക്കലും. നമ്മുടെ
കാര്യങ്ങളൊക്കെ ഇതേ ആയിരിക്കും. നമ്മുടെ ചർച്ചാ വിഷയങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഉറങ്ങുന്നുണ്ടോ, കിടക്കുന്നുണ്ടോ, ഈ ചർച്ചകളായി നിസ്സാര കാര്യങ്ങളെ കുറിച്ച്, ഇത്രയും നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച്, പള്ളിക്ക് ഇമാം ജമാഅത്തിന് വരാത്തവരൊക്കെ ഉണ്ട്, അവരൊന്ന് എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ മറ്റു നമ്മുടെ നാട്ടിൽ പാവങ്ങള് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്തവരൊക്കെ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ടേ? വീടില്ലാത്ത കഷ്ടപ്പെടുന്നവരുണ്ട്, വാടക കൊടുക്കാൻ കഴിവില്ലാത്തവരുണ്ട്, അവർക്ക് എന്തെങ്കിലും നമുക്കൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ പള്ളിയുടെ ഉസ്താദന്മാരെയും അതിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? അവരും കൂട്ടി നമുക്ക് അവർക്കൊരു ഒരു ശാശ്വതമായ നല്ലൊരു പരിഹാര മാർഗം നമുക്ക് ഉണ്ടാക്കാം. അത്തരത്തിലുള്ള നല്ല വിഷയത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് നല്ലൊരു പരിഹാരം കണ്ടെത്തണം. അതല്ലെങ്കിൽ ഒരു ഉസ്താദ് ബഹുമാനിച്ചില്ല എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള കാരണങ്ങൾ, ഞാനിപ്പോ ഇത് വിമർശിച്ചിട്ട് പറയുന്നില്ല, ചില സാഹചര്യത്തിൽ അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള അവസ്ഥയിൽ ചില ഉസ്താദുമാരൊക്കെ നാം ശ്രദ്ധിക്കണം. പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടേതാണ്, അല്ലേ? അത് നാം നെഞ്ചിലേക്കണം, നാം അവരവർക്കൊരു മാതൃകയാകണം. നാം അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് വേണ്ടി അവരോടൊപ്പം പള്ളിയുടെ മഹത്വമൊക്കെ പറഞ്ഞ് അവരെ ഒന്നിച്ചപ്പോൾ അവർക്കും നമ്മളോട് സ്നേഹം ബഹുമാനം ആദരവൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്നും പലതും വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ പറയുമ്പോൾ വിഷയം പറഞ്ഞെന്ന് വന്ന് മാത്രമാണ് എന്നും വിചാരിക്കരുത്. ഏതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി മധുര പലഹാരങ്ങൾ നമ്മുടെ വീട്ടിലെ പെരുന്നാളൊക്കെ വരുമ്പോൾ, ബറാത്ത് രാത്രി വരുമ്പോൾ, ലൈലത്തുൽ ഖദ്ർ വരുമ്പോൾ, ആ സ്നേഹം ആര് തകർക്കാൻ നോക്കിയാൽ അത് തകരൂല. കൽബിയായ ഒരു സ്നേഹം ഉണ്ടല്ലോ പരസ്പരം, അത് വല്ലാത്തൊരു സ്നേഹമാണ്. അത് എന്നും നിലനിൽക്കും. അത്തരത്തിലുള്ള നമ്മുടെ ജമാഅത്തിലൊക്കെ ശക്തമായി ഈ കാര്യത്തിൽ ഇടപെടണം. നമ്മുടെ നാട്ടിൽ മൊത്തം എത്ര മുസ്ലിമീങ്ങളുണ്ട് എന്ന് മാത്രം ഒരു പരിശോധന. നമ്മുടെ നാട്ടിൽ എത്ര ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരൊക്കെ ആരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ നാടിന്റെ ഒരു കമ്മിറ്റി, മതസൗഹാർദ്ദമുള്ള കമ്മിറ്റി, അൽഹംദുലില്ലാ അത് ഉണ്ടാക്കണം. അതിൽ പ്രമുഖരായ നേതാക്കന്മാരെ നാം പങ്കെടുപ്പിക്കണം. അവർക്ക് അൽഹംദുലില്ലാ മതസൗഹാർദ്ദത്തിനെ കുറിച്ചും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും അതുപോലെ ഹിന്ദുധർമ്മത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ നാം മനസ്സിലാക്കി കൊടുക്കണം. നാം ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകുന്നവരുടെ എത്ര ആളുകളല്ലേ. ഇന്നലെ ഒരു സഹോദരൻ മരണപ്പെട്ടു, വല്ലാത്ത ദുഃഖം തോന്നി. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഫോൺ വിളിച്ച് പറഞ്ഞു കാറ് കൊണ്ടുവരണമെന്ന്. അയാളങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അയാൾക്ക് ആദ്യം കിട്ടിയത് അയാളെ ഭാര്യയോ മക്കളോ ഒന്നുമല്ല. അയാളെ മുമ്പിൽ ആദ്യം അയാളെ സ്വീകരിക്കാൻ എത്തിയ അതിഥി അത് അസ്രായിലായിരുന്നു. അസ്രായിൽ കൊണ്ടുപോയി. എന്നാൽ നാം ചിന്തിക്കുകയില്ല, നാം ഇപ്പോഴും അഹങ്കാരം ഒന്ന് കണ്ടാൽ പുഞ്ചിരിക്കാൻ പോലും നമുക്ക് മനസ്സില്ല, അല്ലേ? നമ്മുടെ നാട്ടിന്റെ എല്ലാ ആളുകളോടും എല്ലാവരോടും സ്നേഹത്തോടു കൂടി, അത് ഏത് ജാതിക്കാരാവട്ടെ, എത്ര താണ ജാതിയാവട്ടെ, ഉയർന്നവരാകട്ടെ, എല്ലാവരും നാം മനുഷ്യരാണ്. ഞങ്ങൾ മനുഷ്യന്മാർ പരസ്പരം സഹോദരങ്ങളാണ് എന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ സൗഹാർദ്ദത്തിനെതിരുള്ള പ്രഭാഷണങ്ങളും സൗഹാർദ്ദത്തിനെ തകർക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ആരെങ്കിലും നമ്മുടെ നാട്ടിൽ കാളുകുത്താൻ നാം അനുവദിക്കരുത്. അത്തരത്തിലുള്ള പ്രഭാഷണ വേദികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ നമ്മുടെ ജീവനിരിക്കുന്ന കാലത്തോളം ഒരിക്കലും അതിന് നാം കൂട്ടുനിൽക്കരുത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നാട്ടിലെ ഹൈന്ദവരായ നേതാക്കന്മാർ, നാട്ടിലെ ക്രിസ്ത്യാനികളായ നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മുടെ നാടാണ്, ഇതിന്റെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണ്, അവരെ വന്ന് പ്രസംഗിച്ചു പോകും. ഇവിടെ ആരാണ് തകരുന്നത്? നാമല്ലേ, നമ്മുടെ നാടല്ലേ കുട്ടിച്ചോരാകുന്നത്? പിറ്റേന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ സഹോദരനായ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലുണ്ടായ ഒരാളിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ മുഖം തിരിച്ചു നോക്കുകയാണ്. കാരണം അവർ വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോകും. ലവ് ജിഹാദും പലതും പറഞ്ഞു പോകും. അതൊക്കെ അങ്ങനെ ഇസ്ലാമില് ലവ് ജിഹാദ് പോട്ടെ, ഒരു മുസ്ലിം സ്വന്തം കുടുംബത്തിൽപ്പെട്ട സ്വന്തം പെൺമക്കളെ പോലും നോക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പിന്നല്ലേ ലവ് ജിഹാദ്? അങ്ങനെ ചെയ്യുന്നവരൊരിക്കലും മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ തന്നെ പരസ്പരം നോക്കാൻ, ജ്യേഷ്ഠന്റെ ഭാര്യയെ നോക്കാൻ പറ്റൂല. ഹറാമാണ് ഇസ്ലാമില്, അല്ലേ? എത്രത്തോളം നമ്മുടെ മുത്തമ്മയുടെ മക്കളെ ഇവരൊക്കെ അന്യ സ്ത്രീകളായിട്ടല്ലേ ഇസ്ലാമിനെ കണക്കൂട്ടുന്നത്? എന്റെ മൂത്തമ്മന്റെ മോളാണ് മറ്റേ മോളാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാം, കാരണം ആ നോട്ടം ഹറാമാണ്, അത് കുറ്റകരമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് മുസ്ലിമീങ്ങൾ പെട്ട സ്ത്രീകൾ നോക്കാൻ വലിയ ഹറാം. പിന്നെയാണല്ലോ
ഇതര മതത്തിൽപ്പെട്ട ആളുകളെ നോക്കുന്നത്, അവരെ ലവ് ജിഹാദ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും അങ്ങനല്ലല്ലോ. ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ സംഭവം ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കാനും അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം അവരുടെ പെരുമാറ്റം കണ്ടിട്ടാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഒരു വീട് വിൽക്കുകയാണെങ്കിൽ മുസ്ലിമുകളുടെ വീടിന്റെ ചുറ്റുഭാഗത്താണ് ഒരു വീട് എന്നെങ്കിൽ അവിടെ വില കൂടുതലാണ്. കാരണം അവിടെ നല്ല സ്വസ്ഥമായി കഴിയാം, അവിടെ ഒരു അക്രമവും ഒന്നും ഉണ്ടാവില്ല. ഇന്ന് മുസ്ലിമുകൾ എന്ന് പറയുമ്പോൾ അറുപ്പോട് വെറുപ്പോട്, കാരണം എല്ലാ തിന്മയുടെ നേതാക്കൾ മുസ്ലിമുകളായി. മുസ്ലിമുകളല്ല, യഥാർത്ഥ മുസ്ലിങ്ങളാവൂല, മുസ്ലിം നാമമുള്ള ആളുകളായി മാറി. അള്ളാഹു കാക്കട്ടെ. ഈ സന്തോഷിന്റെ അനുഭവം അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയ ഇപ്പോൾ കണ്ടപ്പോൾ സന്തോഷമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഐക്യം, ഈ സ്നേഹം, ഈ സന്തോഷം, ഈ മനസ്സിന് കിട്ടുന്ന ഈ മധുര കുളിർമണ്ടല്ലോ, അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.